മുടി വളരാൻ മുട്ടയുടെ ഏത് ഭാഗം എടുക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പലതരം മാസ്കുകൾ പലരും പരിചയപ്പെടുത്താറുണ്ടല്ലേ. അതിലൊക്കെ തന്നെ മെയിനായിട്ട് ചേർക്കുന്ന ഒരു സാധനമാണ് മുട്ട. മുട്ടയുടെ മഞ്ഞയാണോ നല്ലത് വെള്ളയാണോ നല്ലതെന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടല്ലേ. ചിലർ പറയും മുട്ടയുടെ വെള്ള നിങ്ങൾ ചേർക്കണം, അതാണ് നല്ലതെന്ന്. മുട്ടയുടെ മഞ്ഞയാണ് നല്ലതെന്ന് മറ്റു ചിലർ പറയും. മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുപോലെ ചേർക്കണമെന്ന് പലരും പല രീതിയിൽ പറയുമ്പോൾ നമ്മൾ ഏതാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. നമുക്കൊരു നോർമൽ ഹെയർ ആണെങ്കിൽ നമ്മുടെ മുട്ടയുടെ ഫുൾ, അതായത് മഞ്ഞയും വെള്ളയും എല്ലാം നമുക്ക് ചേർത്ത് നമ്മുടെ തലയിൽ തേക്കാം കേട്ടോ. നേരെ മറിച്ച് നമ്മുടെ ഹെയർ ഡ്രൈ ആണെങ്കിൽ നമുക്ക് മുട്ടയുടെ മഞ്ഞ മാത്രമേ ചേർക്കാൻ വേണ്ടിയിട്ട് പാടുള്ളേ. മുട്ടയുടെ മഞ്ഞയിലുള്ള സൾഫർ നമ്മുടെ മുടിയുടെ ഡാമേജ് ഒക്കെ മാറ്റി നമ്മുടെ മുടി നല്ല ഹെൽത്തി ആക്കും. ഒപ്പം തന്നെ നമ്മുടെ സ്കാൽപ്പൊക്കെ ക്ലീൻ ആക്കും കേട്ടോ. മുടി വേരുകളെ നല്ലവണ്ണം ബലപ്പെടുത്തുകയും ചെയ്യും. മുട്ടയുടെ വെള്ളയാണ് ചേർക്കുന്നതെങ്കിൽ സോഡിയം, പൊട്ടാസ്യം അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെ മുടി വളരാൻ വേണ്ടിയിട്ട് നല്ലതാണേ. കൂടാതെ നമ്മുടെ മുടിക്ക് നല്ല തിളക്കവും ഉള്ളും കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ബാക്കി ടിപ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ. അപ്പോൾ പുതിയൊരു ടിപ്സ് ആയിട്ട് കാണാൻ. ബൈ ബൈ.